ശരി, ഞാൻ പി ആർ സുനിലേക്ക് പോകുന്നു. സുനിൽ, എന്താണ് തോന്നുന്നത്? നാളെ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ, പക്ഷേ അത് തിരിഞ്ഞുകുത്തുന്ന ചില വിഷയങ്ങളുമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും സഭാതലം? അത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ ശക്തമാകുന്ന ഒരു കാഴ്ച കേരളത്തിലുണ്ട്. ഒരു മാസം ആണ് ഈ സർക്കാർ പൂർത്തിയാക്കുന്നത്. ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ, സർക്കാർ എടുത്ത തീരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെയല്ല. സാധാരണ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞാണ് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വരാറുള്ളത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വിവാദമായി മാറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മാധു തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. നോക്കൂ, ഈ വിഷയത്തിൽ വി ഡി സതീശൻ്റെതായിട്ടുള്ള പ്രതികരണം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി ഡി സതീശൻ തന്നെ നടത്തിയിട്ടുള്ള പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുകയാണ്, LDF സർക്കാർ ഇതാ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കാൻ തീരുമാനിക്കാൻ പോകുന്നു. ഇത് വലിയൊരു അഴിമതിയാണ്, ഇത് തെരഞ്ഞെടുപ്പ് കാലത്തൊരു അഴിമതിയാണ് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനാണ്. അതേ വി ഡി സതീശനാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയാക്കി ധനമന്ത്രിയാകുമ്പോൾ ബജറ്റ് അവതരിപ്പിച്ച് അതേ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചുകൊണ്ടുള്ളൊരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഇവിടെ ചോദിക്കുകയാണ്, അന്ന് അഴിമതിയാണെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇന്ന് അത് അഴിമതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അത് എന്ത് അഴിമതിയാണ് നടത്തിയത്, എത്ര കിട്ടിയെന്ന് മുൻ എക്സൈസ് മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഇത് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് വലിയ ആയുധമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഇതിൽ എന്തൊക്കെ ന്യായം പറഞ്ഞാൽ പോലും ഈ വിഷയത്തിൽ സർക്കാരിനെ ഒരു കരിനിഴലിൽ, ഒരു അഴിമതിയുടെ നിഴലിൽ നിർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് നിയമസഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. നിയമസഭാ സമ്മേളനത്തിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ അടിയന്തര പ്രമേയം അടക്കം കൊണ്ടുവരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രക്ഷുബ്ധ കാഴ്ചകൾ തന്നെയായിരിക്കും. ബജറ്റ് മേലുള്ള ചർച്ചയാണ് നടക്കുന്നതെങ്കിൽ പോലും ഈ സഭയിൽ കാണാൻ പോകുന്നത്. രണ്ടാമത്തെ വിഷയമാണ് PM ശ്രീ. PM ശ്രീ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൻ്റെ പ്രശ്നമാണ്. നോക്കൂ, PM ശ്രീയെ എന്ത് സാഹചര്യത്തിലാണ് എതിർത്തത്? PM ശ്രീ എന്നൊരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ സംഘപരിവാറുമായി RSSുമായി CPMന് ധാരണയുണ്ട് എന്നിട്ടുള്ളൊരു രാഷ്ട്രീയ വിഷയം UDF ഉയർത്തുന്നത്. ഈ രാഷ്ട്രീയ വിഷയം ഉയർത്തിയത് ഏത് സാഹചര്യത്തിലാണ്? നമുക്കറിയാലോ, കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടണം, അത് UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെടണം എന്നത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് PM ശ്രീ ഉയർത്തുന്നത്. അതുപോലെ തന്നെ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ RSSുമായി എങ്ങനെയൊക്കെയാണോ CPMനെ ബന്ധിപ്പിക്കാൻ കഴിയുക, അങ്ങനെ പിണറായി വിജയൻ അമിത്ഷായെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് PM ശ്രീയും കൂടി വെച്ചപ്പോൾ അവിടെ CPMും RSSും CPMും BJPയും തമ്മിലൊരു രഹസ്യധാരണയുണ്ട് എന്ന് സ്ഥാപിക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി ആ നിലയിൽ ആ പ്രചരണം ശക്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷ വോട്ടുകളിലെ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടാക്കാൻ സാധിച്ചത്. ആ വോട്ടുകളാണ് കേരളത്തിൽ UDFന് വിജയിപ്പിച്ചത്. ആ വോട്ടുകളാണ് കേരളത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. നമുക്ക് നോക്കൂ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി എത്ര ശക്തമായ പ്രതിഷേധമാണ് ലീഗ് അടക്കം കേരളത്തിൽ ഉയർത്തിയത്, എത്ര പേരാണ് തെരുവിലിറങ്ങിയത്. അപ്പോൾ അവരൊക്കെ തന്നെ VD സതീശൻ്റെ ഈ രാഷ്ട്രീയ നിലപാടുകളിൽ വലിയ പ്രതീക്ഷയാണ് വെച്ചത്. സംഘപരിവാറിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ നിലപാട് VD സതീശൻ ഉയർത്തിപ്പിടിക്കും എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് ഞങ്ങളിതാ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ പോകുന്നു, മുൻ സർക്കാർ ഒപ്പുവെച്ചതുകൊണ്ട് മറ്റു മാർഗമില്ല എന്നത്. നോക്കൂ, ഒരു ധാരണാപത്രത്തിന് എന്ത് നിയമസാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. ഇപ്പോഴും അത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആ കത്തിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആ കത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, മുൻ സർക്കാർ ഒരു ഉപസമിതിയെ വെക്കുമെന്ന് പറഞ്ഞു, ആ ഉപസമിതിയെ വെച്ച് തീരുമാനം എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ആ PM ശ്രീ നടപ്പാക്കുമോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് ചോദിക്കുന്നത്. ഒറ്റ വാക്ക് മറുപടി കൊടുത്താൽ മതി, ഞങ്ങൾ നടപ്പാക്കുന്നില്ല. ഇവിടെ ആ ഒരു വാക്ക്, ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയാൽ മാത്രം മതി. അതോടെ PM ശ്രീ നടപ്പാക്കേണ്ട സാഹചര്യം കേരളത്തിലില്ല. അവിടെ എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയ നിലപാട് VD സതീശനെ സ്വീകരിക്കാൻ സാധിക്കാത്തത്? അതാണെന്ന് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെയാണ് പ്രശ്നം. VD സതീശൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കണം. VD സതീശൻ ഇക്കാര്യത്തിൽ, മുഖ്യമന്ത്രി VD സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ VD സതീശൻ ആ നിലപാട് വ്യക്തമാക്കണമെന്ന്. എന്തുകൊണ്ട് PM ശ്രീയുമായി ഇപ്പോൾ ഈ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരുന്നു?
എന്തുകൊണ്ടാണ് LDF സർക്കാർ ഇതേ ന്യായം പറഞ്ഞ് PM ശ്രീയുമായി മുന്നോട്ട് പോയപ്പോൾ അത് RSSുമായുള്ള ഡീലാണെന്ന് നിങ്ങൾ പറയുകയും അധികാരത്തിലെത്തിയ ശേഷം ഇടതുപക്ഷം ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നു? രണ്ട് ന്യായമാണ് പറയുന്നത്, രണ്ട് ഉപാധികളാണ് പറയുന്നത്. എന്താണ്? കരിക്കുലത്തിൽ ഇടപെടാൻ പറ്റില്ല, സ്കൂളുകൾ ഞങ്ങൾ സംസ്ഥാനം സെലക്ട് ചെയ്യും. ഈ രണ്ട് ഓപ്ഷനും രണ്ട് കാര്യവും നേരത്തെ തന്നെ കേന്ദ്രം സമ്മതിച്ചതാണ്. അതിനിപ്പോൾ കേന്ദ്രത്തിനോട് അനുമതി വാങ്ങേണ്ട ഒരു കാര്യവുമില്ല. PM ശ്രീ നടപ്പാക്കുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പറയാൻ പറ്റുന്നില്ല എന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല, ഇപ്പോഴും പറയാൻ തയ്യാറാകുന്നില്ല. ലീഗ് മന്ത്രിമാരുടെ കാര്യം നോക്കൂ. നേരത്തെ മാധു പറഞ്ഞതുപോലെ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ ആൾ പിന്നീട് പറഞ്ഞു ഒരു വാക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്ന് നിങ്ങളൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ ഇന്ന് ഈ ഷാജിയുടെ നിലപാട് നോക്കൂ. PM ശ്രീ എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്ന് പരിശോധിക്കാനാണ് ഉപസമിതി എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ലീഗിനുള്ളിലും ഇത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് VD സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റു വകുപ്പുകൾ അറിയുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ, ഒരു മന്ത്രിസഭ അധികാരത്തിലെത്തി ഒരു മാസം കഴിയുമ്പോൾ ഇവിടെ ടീം UDF ആണോ അതോ VD സതീശൻ മാത്രമാണോ എന്നൊരു വലിയ ചോദ്യം, അത് ചൂണ്ടിക്കാണിച്ച വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ VD സതീശൻ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് ടീം UDF ആണ് കേരളം ഭരിക്കാൻ പോകുന്നതെന്ന് ഉറക്കെ പ്രസംഗിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത VD സതീശൻ ഇപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ഒരു വകുപ്പും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എക്സൈസ് പോളിസിയല്ല എക്സൈസിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട്, ഈ മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ തീരുമാനം വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല, M ലിജു അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം VD സതീശനെതിരെ ഒരു പരസ്യ വിമർശനം ഉന്നയിക്കേണ്ട എന്നുള്ള നിലയിലാകാം ഒരുപക്ഷെ ചർച്ച ചെയ്താണ് അങ്ങനെയല്ല പറഞ്ഞതെന്ന് നമുക്കറിയാവുന്നതാണ്. ആയിക്കോട്ടെ, എന്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. എന്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. അല്ല, M ലിജു പറയുന്നത് എന്റെ നിലപാടാണ്. സാധാരണ എക്സൈസ് വകുപ്പിന് കീഴിലുള്ള എക്സൈസ് വകുപ്പിന് കീഴിലുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു കൺസൾട്ടേഷൻ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഏതായാലും അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അറിയിക്കേണ്ട കാര്യമില്ല. അറിയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാലും പറയുന്നതും ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയേണ്ട കാര്യമില്ല. അദ്ദേഹം ഏകപക്ഷീയമായി തീരുമാനമെടുത്തു. ഞാൻ അറിയേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നം ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്നതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ ഒരു UDF എന്നുള്ളൊരു കൂട്ടുത്തരവാദിത്വമുള്ള ഒരു UDF എന്ന് പറയുന്ന ഒരു സംവിധാനം എന്നാണല്ലോ. ബഡ്ജറ്റ് UDF-ലും ചർച്ച ചെയ്യേണ്ട, മന്ത്രിസഭയിലും ചർച്ച ചെയ്യേണ്ട. അത് ബഡ്ജറ്റ് വന്ന ശേഷമേ അറിയാൻ സാധ്യതയുള്ളൂ. മദ്യനയം ചർച്ച ചെയ്യണം. അല്ല, മദ്യനയം എന്താണോ നയം തീരുമാനിച്ച ശേഷം അത് പാസ്സാക്കുന്നതാണ് ബഡ്ജറ്റ്. അല്ലാതെ ബഡ്ജറ്റിന് മേലെ ഒരു മദ്യനയം ഇല്ലാന്ന് ഇതിപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്, പറയേണ്ട കാര്യമില്ല. അല്ല, ബഡ്ജറ്റ് മന്ത്രിസഭയിലും ചർച്ച ചെയ്യേണ്ട, UDF-ലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയാണ് ഇവിടെ. അത് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊക്കെ വലിയ രാഷ്ട്രീയ വിവാദമായി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പുതിയൊരു നയം വരും. എന്താ അറിയോ? ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം നയം പ്രഖ്യാപിക്കും. ഏതാണ്ട് അങ്ങനെയായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ആദ്യം നയം, പിന്നെ ബഡ്ജറ്റ്. എല്ലായിടത്തും നടക്കുക ആദ്യം നയം, പിന്നെ ബഡ്ജറ്റ് ആദ്യം, പിന്നെ നയം. ഇവിടെ VM സുധീരൻ ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന് ഒരു കത്തയച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പ്രഖ്യാപിച്ച ഈ തീരുമാനം പിൻവലിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. VD സതീശൻ ആ തീരുമാനം പിൻവലിക്കണം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള നികുതി നിശ്ചയിച്ച തീരുമാനം പിൻവലിക്കണം. ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് നേരെ എതിരാണ് എന്നാണ് VM സുധീരൻ പറഞ്ഞിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്താണോ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിലപാട്, UDF മുന്നോട്ട് വെച്ച നിലപാട്, അതിന് നേരെ ഘടകവിരുദ്ധമായ നിലപാട് ഇപ്പോൾ പിൻവലിച്ചേ തീരൂ എന്നുള്ള നിലപാട് ഇപ്പോൾ VM സുധീരൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, ഇവിടെ സംശയങ്ങളാണ്. അതായത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത് സ്വാഭാവികമായും കേരളത്തിൽ വലിയ വിവാദമാകുമെന്ന് അറിയാത്ത ആളല്ല VD സതീശൻ.
ഇത് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന് അറിയാത്ത ആളല്ല വി ഡി സതീശൻ. നിങ്ങൾ ഒരു മാസം മുൻപ് പറഞ്ഞിട്ടുള്ള നിലപാടുകളും രാഷ്ട്രീയ സ്റ്റാൻഡുകളും ഒക്കെ തന്നെ ഒരു മാസം കഴിയുമ്പോൾ അതേപോലെ വിഴുങ്ങുന്നു. അതേപോലെ നിങ്ങൾ ആ നിലപാടിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ ഈ മദ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, PMCയുടെ കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ ഒരു മടിയുമില്ലാതെ എന്താണോ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ തെറ്റാണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് അതേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അതേപോലെ ആവർത്തിക്കുന്നു എന്നിടത്താണ് പ്രശ്നം. തീർച്ചയായും ഇതിനൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തും. അതിനെന്തായിരിക്കും വി ഡി സതീശൻ്റെ മറുപടി എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. തീർച്ചയായും വലിയ പ്രക്ഷുബ്ധ കാഴ്ചകൾ തന്നെയായിരിക്കും ആദ്യ സമ്മേളനത്തിൽ തന്നെ. നേരത്തെ ഒരു സമ്മേളനം എന്ന നിലയ്ക്ക് നിയമസഭ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ വേദിയാകാൻ പോകുന്ന ഒരു സഭാ സമ്മേളനം എന്ന നിലയിൽ ആദ്യ സമ്മേളനത്തിൽ തന്നെ വലിയ പ്രക്ഷുബ്ധ കാഴ്ചകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Meet the editors.